ഇൻട്രോ പറയണം. എത്ര തന്നെ ആയിട്ട് ഷുട്ടുബേ പിന്നെ ഇൻട്രോ പറയാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ പാർട്ടിൽ വിട്ടുപോയ കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പാർട്ടിൽ കണ്ട പോലെ ഞങ്ങൾ റൂമിലെത്തി കിടന്നുറങ്ങി ബാക്കി വിശേഷങ്ങളൊക്കെ ഈ ഒരു പാർട്ടിലാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോണത്. അങ്ങനെ ഞങ്ങളിത് നേരെ രാജേട്ടനെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ചോറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഋഷു പോരുന്ന വഴിയിൽ ഞങ്ങൾ മാനന്തവാടിയിൽ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് ഋഷുവിന് ചോറ് വേണ്ട പറഞ്ഞു. അങ്ങനെ ഇതേ പച്ചക്കറി എത്തി, അതുപോലെ തന്നെ മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പേരി, പപ്പടം, അച്ചാർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഫുഡ്. പിന്നെ ഷുട്ടുബേബിക്ക് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ കണ്ണുരട്ടി പേടിപ്പിച്ച് ഫുഡ് തീറ്റിപ്പിക്കാറുണ്ടോ ഈ കാണുന്നത്. പിന്നെ ഒന്ന് നോക്കിയാൽ ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇതാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാ റൂമുകളും. അവിടുത്തെ ചേച്ചിമാർ ഇങ്ങനെ നന്നാക്കുന്നുണ്ട് 2 റൂമും. കാരണം രാത്രി ആകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വരുന്നുണ്ട് പറഞ്ഞു. ഇപ്പുറത്തെ റൂമൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ തുറന്നിട്ടേക്കാണ്. ഇവർ നന്നാക്കി കഴിഞ്ഞിട്ട് റൂം ഇങ്ങനെ തുറന്നിടും കുറച്ച് നേരം കാറ്റൊക്കെ ഉള്ള കയറാനൊക്കെ ആയിട്ട് അങ്ങനെ തുറന്നിടാറുണ്ട് കേട്ടോ. എപ്പോഴും വൃത്തിയാക്കും ഇവർ. ഒരു ആൾക്കാർ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കും കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നൈറ്റിനാണ് കേട്ടോ റെൻറ്റ്. എത്ര നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യണം അതാണ് നോക്കുക, അല്ലാണ്ട് പകലിന് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഫ്രഷ് ആകാൻ വരുന്നതിൻ്റെ അതിന് മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതേ നമ്മളെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളെ റൂമിൽ കലങ്കോലായി കിടക്കുകയാണ്. പിന്നെ ഇതാ ഉണ്ണിയപ്പം, ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന വഴി വാങ്ങിയ ഉണ്ണിയപ്പമാണ് കേട്ടോ. തിരുവല്ല വരുന്നോലൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടത്. എത്രങ്ങാനും തിന്നണേ അടിപൊളിയാണ്. നമ്മൾ പോരുന്ന വഴി തോൽപ്പെട്ടിക്കും അതുപോലെ തന്നെ നമ്മളെ തിരുനെല്ലി ടെമ്പിൾക്ക് പോണ ഒരു വഴിയുണ്ട്. അപ്പോൾ നേരെ തിരുനെല്ലി ടെമ്പിൾക്ക് തിരിയുന്ന ആ വഴീൻ്റെ ആ 2 വഴിയും നടുവിൽ തന്നെയാണ് ഈ ഒരു കട വരുന്നത്. അപ്പോൾ തിരുനെല്ലി വരുന്നവരൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഗൈസ്. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി. അന്നേരം അതാ നോക്കിയപ്പോൾ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു ഫ്രണ്ടില്ല. അപ്പോൾ അതിന് ഞങ്ങൾ ഉണ്ണിയപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഷുട്ടുബേബിക്ക് ഇതൊക്കെ ചെറിയ എൻ്റർടൈൻമെൻറ്റുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ വൈകുന്നേരം ഇങ്ങനെ കടന്നു പോയി ഗൈസ്. ഫുഡ് കഴിക്കാൻ പോവാണ്, പുറത്തേക്കാണ് ഫുഡ് കഴിക്കാൻ പോകാൻ. രാജേട്ടൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് ഗൈസ് ഇന്ന് ഫുഡ് കഴിക്കാൻ. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കണം. പിന്നെ തിരുനെല്ലി അമ്പലത്തിൻ്റെ ആ ഭാഗത്തൊന്ന് പോയി നോക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നേരെ തിരിച്ച് റൂമൊക്കെ തന്നെ കാരണം പിന്നെ ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. നൈറ്റ് തൊള്ളാനെ. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഞാനൊക്കെ ഫുഡ് ബേബിക്ക് എന്താ പറയാണ്ടോ എന്ന് പറയാനേ ഗൈസ്. ഹായ് പറയ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണത് തിരുനെല്ലി അമ്പലത്തിൻ്റെ തൊട്ടടിയിലുള്ള വിഷ്ണുപാദം എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്കാണ് കേട്ടോ പോണത്. ഇതാണ് മായൂക റിസോർട്ട്. അത്യാവശ്യം ഫേമസ് ആണ്, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അപ്പുറത്തും പുറത്തും ഒക്കെ ആയിട്ട് കുറേ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഫൈനലി ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ മസാല ദോശ അതുപോലെ തന്നെ ചുട്ടിന് പ്ലെയിൻ ദോശ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫുഡാണ് ഇവിടുത്തെ ഈ ദോശ. പിന്നെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ. ഷുട്ട് ബേബി ഇങ്ങനെ ഒരു പോക്ക് പോയിട്ടുണ്ട്. ചുട്ടിൻ്റെ കറക്റ്റ് സ്ഥലത്തെത്തിയണേ. അങ്ങനെ തിരുനെല്ലിത്തെ രണ്ടാമത്തെ ദിവസം ഇവിടെ തുടങ്ങാണ് കേട്ടോ. ഞാൻ ഷുട്ടപ്പനാണ് എപ്പോഴും നേരത്തെ എണീക്കാറ് കേട്ടോ. ഋഷി കുറച്ച് ലേറ്റായിട്ട് എണീക്കുക. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് നോക്കി കുറേ കിളികളും കുരങ്ങന്മാരൊക്കെ അങ്ങോട്ട് കൂടി ചാടി നടക്കണമൊക്കെ ഉണ്ടായിരുന്നു, പറന്ന് നടക്കണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ നേരം നോക്കുന്നു കേട്ടോ. പിന്നെ ഷുട്ടുവിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറേ നേരം അവനെ മടി വെച്ചിരുന്നു കേട്ടോ. നല്ല തണുപ്പാണ് ഗൈസ്, കേട്ടോ. ഫുള്ള് കോടയാണ്, ഇത് ഫുള്ള് കോടയാണ് ഗൈസ്, ഫുള്ള് കോടയാണ്. ഓക്കെ, ഒന്ന് കാണിച്ചു കേട്ടോ വീഡിയോ അങ്ങോട്ടാക്കിയിട്ട്. കണ്ടോ ഇവിടുത്തെ ഒരു മോർണിംഗ് വൈബ് കാണാൻ നല്ല രസമാണ് ഗൈസ്. മോർണിംഗ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ കുറേ കിളികളൊക്കെ ഉണ്ടാകും. ഇടയ്ക്ക് ഇവിടെ കുരങ്ങന്മാരൊക്കെ വരാറുണ്ട് കേട്ടോ. ഇതുണ്ടോ ആ മരത്തുമ്പോൾ ഒരു കിളിയുണ്ട്, കണ്ടോ? വ്യൂ ചെയ്യാൻ നോക്കാം. കണ്ടോ ഒരു കിളി. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കുറേ ഈ കിളികളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണാറില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് വെയിലായിട്ട് വാടിയിട്ടുണ്ട് കുറേ എണ്ണം. പിന്നെ ഇത് ഞങ്ങളെ ബൈക്ക്, ഞങ്ങളിവിടെ ബൈക്ക് നിർത്തി വെച്ചു. ഞങ്ങളെ പടക്കുതിരയാണ് ഗൈസ്.
പിന്നെ നേരെ ഞങ്ങൾ ഇവിടെ രാജേട്ടൻ്റെ കൃഷിപ്പറമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ചെറുതായിട്ടൊന്ന് ഇറങ്ങി കേട്ടോ. തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ പാവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന മാവില്ലേ, അതൊരു കിട്ടും മാങ്ങയാണ് ഗൈസ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, അതുപോലെ തന്നെ ഒരുപാടുണ്ടാവും. പറയണ്ടോ? എന്താ പറയണ്ടേ? ഒരു പാട്ടാടി വരുമോ? എന്താ പാട്ടാടി ഉണ്ടോ? വെരി ഗുഡ് ബോയ്. അങ്ങനെ ഡാൻസ് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാറ്റി ഒരുങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് തിരുനെല്ലി അമ്പലത്തേക്ക് പോണ ആ ഒരു വഴി. നല്ല തിരക്കുണ്ട്, ഞായറാഴ്ച ആയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. മുളയരി പായസം ഈ ഒരു ടൈമിലാണ് കിട്ടുക. ഒരു 11 മണി 12 മണി വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് വിൽക്കണ ആളോ ഇൻസ്റ്റയിൽ പുള്ളിക്കാരൻ പുലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പായസം ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യത്തെ ലക്ഷ്യം ഈ പായസമായിരുന്നു ഗൈസ്. ചേട്ടൻ്റെ പേര് സുഭാഷ് എന്നാണ് കേട്ടോ. തിരുനെല്ലിത്തെ എല്ലാ വിശേഷങ്ങളും പുള്ളിക്കാരനെ ഇൻസ്റ്റ വഴി എല്ലാവരും അറിയിക്കലുണ്ട് കേട്ടോ. അങ്ങനെ കേട്ടോ ഞാനും പരിചയപ്പെട്ടത്. ഞാൻ തലേന്ന് പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. അങ്ങനെ ചേട്ടനോട് യാത്ര പറഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് താഴെ ഒരു കടയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പൂരിയും ബാജിക്കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താ ഞാൻ ചുട്ടു ബേബി ഋഷിയും കൂടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോവാണ് ഗൈസ്. ഞങ്ങൾ കുട്ട വരെ പോകുകയാണ് ഗൈസ്. എണ്ണ അടിക്കണം, എണ്ണയില്ല. ഇന്നലെ ഒരു 500 റുപ്യക്ക് എണ്ണ അടിച്ച് പോകുന്ന പോക്കാറ് അല്ലേ ഋഷിയോ? വേറെ എണ്ണ അടിച്ചില്ലല്ലോ. പിന്നെ അത് ഞങ്ങൾ പോരുന്ന ദിവസമല്ല അടിച്ച്, അതിൻ്റെ തലേന്ന് 500 റുപ്യേൻ്റെ എണ്ണ അടിച്ചു. അതാണ് പറഞ്ഞത് ഈ ബൈക്ക് ഞങ്ങളെ പണക്കുതിരാണ്. പോണ ബൈക്കിൽ എന്തെങ്കിലും ഒരു ആനിമൽസ് ആയിട്ട് കിട്ടിയാൽ കിട്ടി. ആനുണ്ട് പറയും, പക്ഷേ ആനുണ്ടാവില്ല. മൃഗങ്ങളെ കാടിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അമ്മ അതിൽ പൊരി വെയിലാണ് ഗൈസ് ഇവിടെ പുറത്ത്. ഞങ്ങൾ തന്നെ പോയപ്പോൾ അങ്ങനെ പൊള്ളായിരുന്നു. പിന്നെ കാറ്റുള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ കുട്ടയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് ആ റോഡില്ലേ, തോൽപ്പെട്ടി കുട്ട ഭാഗം ആ റോഡ്, അങ്ങനെ പോകുമ്പോൾ ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ നേരെ തോൽപ്പെട്ടി എത്താറായിട്ടോ. കുട്ടയ്ക്ക് പോണ വഴി നമ്മൾ പാസ് ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് സ്റ്റേഷനാണ് കേട്ടോ തോൽപ്പെട്ടി. ഇവിടുത്തെ രാവിലെ അതുപോലെ തന്നെ വൈകിട്ടും ആനിമൽ സൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ട്രക്കിങ്ങൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതുമാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുപോലെ തന്നെ രാവിലെ വൈകിട്ടും ഉണ്ടെന്ന് എനിക്കറിയാം. കൂടുതൽ കാര്യങ്ങളും റേറ്റൊക്കെ നമ്മൾ അവിടെ പോയിട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ അറിവുള്ള ആരോട് ചോദിച്ചിട്ട് വേണ്ട പോകാൻ. ഇങ്ങനെ വൈൽഡ് ലൈഫൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ആനിമൽ സൈറ്റിങ്ങൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ പറ്റിയൊരു പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഞാനും പോകും ഇതുപോലൊരു ട്രക്കിങ്. എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുട്ടയ്ക്ക് പോണ വഴിയിൽ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടോ. ഇതെന്തോ ഒരു ലേക്ക് പോലെ എന്തോ സംഭവമാണ്. പക്ഷേ അതിൻ്റെ ചുറ്റോട്ട് കുറേ കാപ്പിപ്പൂക്കളുണ്ട്. അതിൻ്റെ ഇപ്പുറം സൈഡ് നിറയെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിന് മണം പറ്റില്ല ഗൈസ്. പക്ഷേ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെന്ത് ചർച്ച തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കുട്ടയെത്തി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പൊരികളും കരികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളതൊന്നും ടേസ്റ്റ് ചെയ്യാൻ നിന്നില്ല, അല്ലെങ്കിൽ വയറ് പണി നടക്കും. അതുകൊണ്ട് ഞങ്ങളിതാ ഷോപ്പിങ്ങിന് ഇറങ്ങി കുറച്ച് കരികളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു കേട്ടോ. എണ്ണ അടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. പോരുന്ന വഴി കണ്ടതാണ് കേട്ടോ മാൻകൂട്ടം. ഇവിടെ വരുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല ആനിമൽ സൈറ്റൊക്കെ കാണാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ഒട്ടും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ആകെ കിട്ടിയത് ഈ ഒരു മാൻകൂട്ടവും അതുപോലെ തന്നെ കുറച്ച് കുരങ്ങളും മാത്രം കേട്ടോ. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല വെയിലാണ്, ചൂടാണ്, അതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ അത് പഴയൊരു ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. കയറണം വിചാരിച്ചിരുന്നു, പക്ഷേ മടി കൊണ്ട് നടക്കണ്ടേ, അതുകൊണ്ട് മടിയോണ്ട് കയറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. ഇത് പോരുന്ന വഴിയിൽ കണ്ടൊരു ഏറുമാടാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾ തിരുനെല്ലി തന്നെ തിരിച്ചെത്തി. ഫുഡൊക്കെ കഴിക്കണം, അതുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾ റൂമിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുഴയൊക്കെ കുളിക്കാൻ പോവാണ് ഗൈസ്. ആൾക്കാരുണ്ടെങ്കിൽ കുളിക്കൂല, പക്ഷേ ആൾക്കാരില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും കുളിക്കാൻ കയറും. എന്തിയാടാ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പുഴ എത്തിയിട്ട് കാണാം. ഈ ഭാഗത്ത് കൂടുതലായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ. അന്നേരം ഞങ്ങളെല്ലാവരും കൂടി ഇതുവഴി നടക്കാറാണ് പതിവ്. പുഴ വരെ ഞങ്ങൾ നടക്കും. അത് കഴിഞ്ഞിട്ട് കുളിച്ചൊക്കെ ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു അതുപോലെ നടന്നിങ്ങോട്ട് പോരും കേട്ടോ. അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ ബൈക്കായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ നേരെ ബൈക്ക് എടുത്ത് വിട്ടെന്നുള്ളൂ കേട്ടോ. ഇവിടേക്ക് ഒരു റിസോർട്ട് സംതിങ് എന്തോ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഞാൻ ആ റിസോർട്ടിൻ്റെ പേര് മറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കറിയുകയാണെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. അന്നേരം ആ റിസോർട്ടിലേക്ക് പോണ സെയിം വഴി തന്നെയാണ് കേട്ടോ. ഈ റോഡ് അങ്ങ് നേരെ പോണത് ആ റിസോർട്ടിലേക്കാണ്. അതിൻ്റെ അടുത്ത് കൂടെയാണ് ഈ പുഴ പോണത്. നല്ല തണുപ്പുള്ള വെള്ളമാണ് ഗൈസ്. അതുപോലെ തന്നെ അടിപൊളിയാണ്.
നല്ല കാറ്റും ഒരു പീസ്ഫുള്ളായ ഒരു ഏരിയയാണ് ഗൈസ്. വേറെ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത കിട്ടോ സ്പേസ്. അങ്ങനെ ഈ റോഡിൻ്റെ എൻഡ് വരെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഋഷി നേരെ വണ്ടി എടുത്ത് വിട്ടു കേട്ടോ. ഞങ്ങളവിടെ പോയി നോക്കി, പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി ഇങ്ങോട്ട് തന്നെ തിരിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ എപ്പോൾ പോയാലും ഇറങ്ങുന്ന ഒരു കടവുണ്ട്, ആ ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുപോവാണ് ഋഷു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് മെല്ലെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഋഷുവിനെ വേഗം തന്നെ അങ്ങോട്ട് നടത്തിട്ടോ. അന്നേരം ആ ഷുട്ട് ബേബി എൻ്റെ മുന്നിൽ തന്നെ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും. ഇവിടുത്തെ നാട്ടുകാർ തന്നെ ഇവിടെ കുളിക്കാനൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ആട് മേയ്ക്കണോല് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ റിസോർട്ടിലേക്കൊക്കെ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വരികയൊക്കെ ചെയ്യാറുണ്ട് വൈകുന്നേരം ടൈമൊക്കെ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ. ഷുട്ടപ്പി പിന്നെ എവിടെ പോയാലും ഇങ്ങനെ തന്നെ, ഓൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് മണ്ണം നിറച്ച് ഓനങ്ങനെ കളി തുടങ്ങിക്കോളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫാമിലി ടൈമായിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചു. ബാത്തിങ്ങൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോണ വേറൊരു വഴിയുണ്ട്. ഇതുവഴി പോയിട്ട് മുകൾക്ക് കയറിയിട്ട് അങ്ങനെ ആ റൂമിൻ്റെ അടുത്ത് എന്തായാലും എത്തും. ആ വഴി ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയുന്ന ഏരിയ തന്നെ ഉണ്ടോ ഈ ഭാഗങ്ങളൊക്കെ. അന്നേരം ഞങ്ങൾ ഇതുവഴി ഒന്ന് വെറുതെ വിട്ടു നോക്കിയതാ. നല്ല ഭംഗിയുണ്ട്. പാടൊക്കെ കൊയ്തെന്ന് തോന്നുന്നുണ്ട്, കുറേ പാടങ്ങളൊക്കെ കൊയ്താണ്, പിന്നെ കുറേ എണ്ണം കൊയ്യാൻ കിടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ഫുള്ള് പാടങ്ങളാണ്, കൃഷികളാണ്, ഫുള്ളൊരു പച്ചമഴയാണ് ഗൈസ്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയൊരു പച്ചപ്പ് ഹരിതാപകരം. ഞാൻ പറയായിരുന്നു ഋഷിനോട് ഇവിടെയൊക്കെ ഒരു സ്ഥലം വാങ്ങിയിട്ട് വീടൊക്കെ വെക്കണം, അതാണ് ഒന്നുകൂടി രസം. അതാകുമ്പോൾ നാട്ടിൽ ജീവിക്കാമല്ലോ. പക്ഷേ കുറച്ച് പാടാണ് ഗൈസ്. ഇവിടെ ജീവിച്ച് വളർന്നവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുക പറഞ്ഞാൽ റയറാണ്, ടാസ്ക്കാണ്. ഈ കാണുന്നതാണ് കേട്ടോ ബ്രഹ്മഗിരി മലകൾ. അത്യാവശ്യം അടിപൊളി വ്യൂവിൽ ഇവിടുന്ന് കാണാം. പിന്നെ തിരുനെല്ലി അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടുന്ന് കാണാം കേട്ടോ. പോയി വന്ന ക്ഷീണത്തിൽ ഞങ്ങൾ നല്ല പോലെ ഒന്ന് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് നീച്ചപ്പോൾ ഒരു 7 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് പോയത് ഇത്തവണ. നേരെ പോയി ദോശയൊക്കെ കഴിച്ചതിന് ശേഷം ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിട്ടോ. തേനെല്ലിക്ക വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി കേസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.